Eternal Wedding Collections by Chungat Jewelry. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? MV Chacko Gold and Diamonds അങ്കമാലി. ഗാന്ധി ജയന്തി ദിനമായ ഒക്ടോബർ 2 മുതൽ അന്താരാഷ്ട്ര സീറോ വേസ്റ്റ് ദിനമായ മാർച്ച് 30 വരെയുള്ള കാലയളവിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ശുചിത്വ പരിപാലന പദ്ധതികളായ സ്വച്ഛതാ ഹി സേവ, മാലിന്യമുക്ത നവകേരളം എന്നീ പരിപാടികളിലൂടെ അങ്കമാലി നഗരസഭയെ സീറോ വേസ്റ്റ് നഗരസഭയായി മാറ്റുന്നതിനുള്ള ശുചീകരണ യജ്ഞത്തിന് തുടക്കം കുറിച്ചു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ശുചിത്വ പരിപാലന പദ്ധതികളായ സ്വച്ഛതാ ഹി സേവ, മാലിന്യമുക്ത നവകേരളം എന്നീ പരിപാടികളിലൂടെ അങ്കമാലി നഗരസഭയെ സീറോ വേസ്റ്റ് നഗരസഭയായി മാറ്റുന്നതിനുള്ള ശുചീകരണ യജ്ഞത്തിന് തുടക്കം കുറിച്ചു. നഗരസഭാ ചെയർമാൻ മാത്യു തോമസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഈ മാലിന്യമുക്ത നവകേരള ക്യാമ്പയിന്റെ എല്ലാവിധ ആശംസകളും നഗരസഭാ അംഗങ്ങളും ഡീപോൾ കോളേജിലെയും മോർണിംഗ് സ്റ്റാർ കോളേജിലെയും NSS വിദ്യാർത്ഥികളും KSRTC ഡിപ്പോയിലെ ജീവനക്കാരും ചേർന്നാണ് ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. സ്വച്ഛതാ ഹി സേവ എന്ന മെഗാ ക്ലീനിംഗ് ഡ്രൈവുമായി അനുബന്ധിച്ചാണ് മോർണിംഗ് സ്റ്റാർ ഹോം സയൻസ് കോളേജിലെ NSS യൂണിറ്റ് ഇന്നിവിടെ KSRTC ട്രയാങ്കിൾ ഏരിയയും പരിസരവും ക്ലീൻ ചെയ്യാൻ എത്തിയിരിക്കുന്നത്. 17 സെപ്റ്റംബർ മുതൽ ഒക്ടോബർ 2 വരെ നീണ്ടു വന്ന ക്ലീനിങ് പ്രവർത്തനങ്ങളാണ് നമ്മൾ ഏറ്റെടുത്തിരുന്നത്. അപ്പോൾ ശുചിത്വം എന്ന് പറയുന്നത് ഓരോ വ്യക്തിയുടെയും ഉത്തരവാദിത്തമാണ് എന്നത് NSS വോളണ്ടിയേഴ്സ് അവരുടെ പ്രവൃത്തിയിലൂടെ മാതൃകാപരമായി സമൂഹത്തിന് കാണിച്ചു കൊടുക്കുന്ന ഒരു ദിനം കൂടിയാണെന്ന്. ഇന്നത്തെ ദിവസത്തിൻ്റെ മാത്രം ഒരു പ്രത്യേകത മാത്രമായി ഇതിനെ ഒതുക്കാതെ എല്ലാ ദിവസവും ഓരോ വ്യക്തിയും അവരുടെ പരിസര ശുചീകരണത്തിൽ ശ്രദ്ധ പുലർത്തുകയാണെങ്കിൽ നമ്മുടെ സമൂഹം മൊത്തം ആരോഗ്യപരമായും ശുചിത്വപരമായും മുന്നോട്ട് പോകാൻ സാധിക്കുന്ന വിധത്തിൽ വളരെ നല്ല രീതിയിൽ മുന്നേറാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു മാലിന്യ മുക്ത പ്രവർത്തനങ്ങൾ ഞങ്ങൾ അത്തരത്തിലുള്ള പരിപാടിയുടെ ഭാഗമായിട്ടാണ് ഇവിടെ നടത്തുന്നത്. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് നമുക്ക് സൗകര്യം ഏർപ്പെടുത്തി തന്ന നഗരസഭാ അധികൃതർക്കും KSRTC അധികൃതർക്കും നമ്മൾ മോർണിംഗ് സ്റ്റാർ NSS യൂണിറ്റിൻ്റെ പേരിൽ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഈ പ്രവർത്തനത്തിലൂടെ ഓരോ NSS വോളണ്ടിയേഴ്സും അവരുടേതായ രീതിയിലുള്ള ഉത്തരവാദിത്തം സമൂഹത്തിന് പകർന്നു കൊടുക്കാനായിട്ട് ഒത്തിരിയേറെ ശ്രമിക്കുന്നത് അവരുടെ തന്നെ വ്യക്തിത്വ വികസനത്തിന് വളരെയധികം സഹായകരമാവുന്നതുമാണ്. മാലിന്യമുക്ത നവകേരളത്തിൻ്റെ ഭാഗമായി ഒക്ടോബർ 2 ഇന്ന് KSRTC അങ്കമാലി ബസ് സ്റ്റാൻഡ് ശുചീകരിക്കുന്നതിന് വേണ്ടി അങ്കമാലി നഗരസഭയുടെ നേതൃത്വത്തിൽ അങ്കമാലി മോർണിംഗ് സ്റ്റാറിലെയും അതുപോലെ അങ്കമാലി ഡീപോൾ കോളേജിലെയും നല്ല ചുണക്കുട്ടികളായ കുറച്ച് പേര് നമുക്ക് സഹായത്തിനെത്തിയിട്ടുണ്ട്. മാലിന്യമുക്തമായ കേരളം കെട്ടിപ്പടുക്കുക എന്നുള്ള നല്ലൊരു ഉദ്ദേശത്തോടെ തുടങ്ങിയിരിക്കുന്ന ഈ ഒരു സംരംഭത്തിന് KSRTCയുടെ എല്ലാവിധ ആശംസകളും അർപ്പിക്കുകയാണ്. അനധികൃതമായി പൊതുയിടങ്ങളിൽ മാലിന്യം തള്ളുന്നവരെ കണ്ടുപിടിച്ച് നിയമത്തിന് മുൻപിൽ കൊണ്ടുവരുന്നതിനായി നഗരസഭ ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ പ്രത്യേക സംഘത്തെ നിയമിക്കുകയും തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥലങ്ങളിൽ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കുകയും ചെയ്തു. ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ദിനം മാലിന്യമുക്ത നവകേരള ക്യാമ്പയിന് തുടക്കം കുറിച്ചുകൊണ്ട് 6 മാസം കഴിയുമ്പോൾ ഒരു സീറോ വേസ്റ്റ് ആയിട്ടുള്ള അങ്കമാലി നഗരസഭയെ കാണാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇന്ന് നമ്മൾ തുടക്കം കുറിക്കുന്നത്. ശുചിത്വ ഹി സേവയുടെ ഭാഗമായി ഒരാഴ്ച കാലം നീണ്ടു നിൽക്കുന്ന നമ്മുടെ സംസ്ഥാനത്ത് 20,000-ഓളം തദ്ദേശ സ്വയംഭരണ വാർഡുകളിൽ അതത് വാർഡുകളിലെ മെമ്പർമാരുടെയും കൗൺസിലർമാരുടെയും എല്ലാം നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ്. നായത്തോട് 2 വാർഡിലെ ശുചീകരണ പ്രവർത്തനങ്ങൾ കുറിച്ചുകൊണ്ടാണ് ഞാൻ ഈ പരിപാടി ഇവിടെ എത്തിച്ചേർന്നത്. മാലിന്യമുക്ത നവകേരളം സൃഷ്ടിക്കുന്നതിന്റെ ഭാഗമായി വളരെ തീവ്രയജ്ഞ പ്രവർത്തനങ്ങൾക്കാണ് ഗവൺമെന്റ് നേതൃത്വം കൊടുത്തുവരുന്നത്. കേന്ദ്ര ഗവൺമെന്റായാലും സംസ്ഥാന ഗവൺമെന്റായാലും ഈ കാര്യത്തിൽ ഒരേ മനസ്സോടുകൂടിയാണ് പ്രവർത്തിക്കുന്നത്. നമ്മൾ മലയാളികൾ ഒരു ദിവസം 2 പ്രാവശ്യം ഭീഷണം വിളിക്കും. പക്ഷെ നമ്മുടെ മാലിന്യങ്ങൾ അത് കൃത്യമായി പരിപാലിക്കുന്ന കാര്യത്തിൽ പലപ്പോഴും അശ്രദ്ധയാണ് നമ്മൾ പിന്തുടരുന്നത്.
പലപ്പോഴും മറ്റുള്ളവരുടെ പറമ്പിലേക്ക് മറ്റുള്ള സ്ഥലത്തേക്ക് നമ്മൾ മാലിന്യങ്ങൾ വലിച്ചെറിയുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉള്ളത്. ഒക്ടോബർ 2 അങ്കമാലി നഗരസഭാ തലത്തിൽ തന്നെ 6 മാസം കൊണ്ട് സീറോ വേസ്റ്റ് ആയി പ്രഖ്യാപിക്കാനായിട്ട് എത്രയും പെട്ടെന്ന് നടക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മളെല്ലാവരും ഉൾപ്പെടുന്ന ഈ സമൂഹത്തിലെ വ്യക്തിപരമായിട്ട് ടീച്ചർ പറഞ്ഞ പോലെ നമ്മൾ ഓരോരുത്തരും ഇത് ഏറ്റെടുത്തുകൊണ്ട് വ്യക്തി ശുചിത്വത്തിനോടൊപ്പം തന്നെ പരിസര ശുചിത്വം നമ്മുടെ തന്നെ ഉത്തരവാദിത്തമായി മാറ്റണം. അങ്ങനെ മാലിന്യമുക്ത നവകേരളം ആയി മാറുവാനായിട്ട് നമുക്ക് എല്ലാവർക്കും സാധിക്കണം. ഇതിനായിട്ട് ഇന്ന് അങ്കമാലി നഗരസഭ സംഘടിപ്പിച്ച ഈ പ്രോഗ്രാമിന്റെ ഉദ്ഘാടനം ചെയ്ത ചെയർമാനെ സ്നേഹപൂർവ്വം നന്ദി അറിയിക്കുന്നു. ഇന്നത്തെ അധ്യക്ഷനായിട്ടുള്ള വൈസ് ചെയർമാൻ സിനി മനോജിന് സ്നേഹപൂർവ്വം നന്ദി അറിയിക്കുന്നു. ആശംസകൾ അറിയിച്ച് സംസാരിച്ച വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നഗരസഭാ ഉപാധ്യക്ഷ സിനി മനോജ് അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷരായ TY ഏലിയാസ്, ലെക്സി ജോയ്, കൌൺസിലർമാരായ ലേഖ മധു, മനു നാരായണൻ, നഗരസഭാ ക്ലീൻ സിറ്റി മാനേജർ R അനിൽ, KSRTC ഡിപ്പോ സൂപ്രണ്ട് ജാൻസി വർഗീസ്, NSS പ്രോഗ്രാം ഓഫീസർമാർ തുടങ്ങിയവർ സംസാരിച്ചു.